ഹലോ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്കൊക്കെ ചേഞ്ച് ചെയ്തല്ലോ, അപ്പോൾ ഒന്ന് അപ്ഡേറ്റഡ് ആവണ്ടേ. ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറൻസ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലാണ്ട് ഒരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി, എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, സിവിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ഇക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് കാന്ത എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിക് വർക്കർ വോട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റോറി വെച്ചിട്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ അവരങ്ങനെ അത് പോകുന്നു, വോട്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റോറി ബോർഡ് പോലെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ടിലുള്ള പോർഷൻ, ആ സ്റ്റോറി ബോർഡും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് പോർഷനും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓം പ്രകാശ് വാത്മീകി എന്ന് പറയുന്ന ഒരു ദലിത് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ആ ആളുടെ കഥ, അയാൾ ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് അയാളുടെ ഡിഗ്നിറ്റിക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഒരു പോർഷനിൽ നിന്നാണ് അവർ ഈ ചാപ്റ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോർഷൻസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, കുറച്ച് ഫ്രണ്ടിലുള്ള പോർഷൻസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ക്ലാസ്സസ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഇയർ വിചാരിച്ചു എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഫസ്റ്റ് 2 വീഡിയോസിനല്ലേ പ്രോബ്ലം വരുന്നുള്ളൂ, കുട്ടികൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലാസ്സസ് പോലെ കണ്ടോളും. എന്നാലും കമൻസാണ്, ടീച്ചർ ഇതല്ലല്ലോ, അപ്ഡേറ്റ് ചെയ്തല്ലോ, മാറ്റമുണ്ടല്ലോ, എന്താ മാറ്റിയ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത, അങ്ങനെ കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ തീരെ ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ട്യൂഷൻ ക്ലാസ്സും ഒക്കെ ആയിരുന്നു, നല്ല ബിസി ആയിരുന്നു. അപ്പോൾ ഇത്തവണ എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന പോലെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കാം, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇത് ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്തപ്പോഴും ഓൺ ഇക്വാലിറ്റി ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അപ്ഡേറ്റഡ് വീഡിയോസ് വരുമ്പോഴും ഈ ചാപ്റ്റർ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തന്നെയല്ല നല്ല ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ചാപ്റ്ററിനാണ്. ഫ്രണ്ടിലെ കുറേ പോർഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റാർട്ടിങ് ഈ ചാപ്റ്ററിൽ നിന്നായതുകൊണ്ട് തന്നെ ഇപ്പം അപ്ഡേറ്റഡ് വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിലുള്ള ഇക്വാലിറ്റി എങ്ങനെയാണ്? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, സമത്വം. അതായത് എല്ലാവരെയും തുല്യരായിട്ട് കാണുക, ജെൻഡർ ബേസ്ഡ് ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക, കാസ്റ്റ് ബേസ്ഡ് ഡിഫറൻസസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക, റിലീജിയൻ ബേസ്ഡ് ആയിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് അല്ലെ അവരുടെ എക്കണോമിക് സ്റ്റേറ്റസ് അനുസരിച്ചിട്ട് അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ലാണ്ട് എല്ലാവരെയും ഈക്വലായിട്ട് കാണുക, അതാണ് ഇക്വാലിറ്റി. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ ഡെമോക്രസിയിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഇക്വാലിറ്റി എങ്ങനെയാണെന്ന്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസസ് എവറി പേഴ്സൺ ആസ് ഈക്വൽ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട് എല്ലാവരും തുല്യരാണ്. ഇപ്പം ലോയുടെ മുന്നിലാണ്, നിയമത്തിന് മുന്നിലാണെങ്കിൽ പോലും എല്ലാവരും തുല്യരാണ്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നില്ല, അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ ആയിട്ടുള്ള ജനങ്ങൾ, അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നത്. This means that every individual in the country, including male and female persons from all castes, religions, tribes, educational and economic backgrounds are recognized as equal. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും മെയിലെന്നോ ഫീമെയിലെന്നോ ഡിഫറൻസ് ഇല്ല, അവരുടെ കാസ്റ്റ്, ജാതി ഏതാണ്, മതം ഏതാണ്, അങ്ങനത്തെ ഡിഫറൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, എന്തോരം പഠിച്ചു, അല്ലെങ്കിൽ പഠിക്കാത്ത വ്യക്തിയാണോ, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളാണോ, അങ്ങനത്തെ ഡിഫറൻസസ് ഒന്നുമില്ല. എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം സ്വത്തുണ്ട്, എന്തുമാത്രം പണമാണ് അവരുടെ കൈവശമുള്ളത്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ്, ഇതൊന്നും നോക്കാണ്ട് എല്ലാവരും ഈക്വലാണ്. ഇന്ത്യൻ സിറ്റിസൺ ആണോ, അവർ നമുക്ക് എല്ലാ ഇന്ത്യൻ സിറ്റിസൺസും ഒരേപോലെ തന്നെയാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യം. ദിസ് ഈസ് നോട്ട് ടു സേ ദാറ്റ് ഇനീക്വാലിറ്റി സീസസ് ടു എക്സിസ്റ്റ്, ഇറ്റ് ഡസൻറ്റ്. എന്ന് വെച്ചാൽ ഇനീക്വാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തു നിന്ന് നീക്കം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും കുറേ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ, ഇപ്പോൾ വർക്കിംഗ് പ്ലേസസിലാണെങ്കിൽ പോലും സ്ത്രീകൾ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മുടെ കേരളമൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്, കാരണം നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്നാലും മാറ്റങ്ങളൊന്നും വരാത്ത കുറേ സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. But at least in democratic India, the principle of the equality of all persons is recognized.
പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം ഒന്നുമില്ലെങ്കിൽ അത് നടപ്പിലാക്കണം എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും അതിന് വേണ്ടിയിട്ട് കുറേ മാറ്റങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. While earlier, no law existed to protect people from discrimination and ill treatment, now there are several that work to see that people are treated with dignity and as equals. അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്തിലൊക്കെ ആൾക്കാരെ ഒന്ന് തുല്യരായിട്ട് കാണുക, അതൊന്നും ഉണ്ടായിരുന്നില്ല. അൺടച്ചബിലിറ്റി അല്ല, ദലിത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് എല്ലാവരെയും ഈക്വലായിട്ട് കാണണം. അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു ഇതിന് ഏറ്റവും ആദ്യം തന്നെ നിന്ന് ഇതിനു വേണ്ടിയിട്ട് പോരാടിയ ഒരു ആൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് ഡിഫറൻസസ് ആ ജീവിതത്തിൽ നിന്ന് ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അതായത് ആൾക്കാരെ ഡിസ്ക്രിമിനേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കാരെ ഈക്വലായിട്ട് കാണുക, അവരുടെ അതേപോലെ തന്നെ ആൾക്കാരെ ഈക്വലായിട്ട് കാണുക, പിന്നെ അവരുടെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അന്തസ്സ് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും അന്തസ്സൊക്കെ തുല്യതയോട് കാണുക. അല്ലാണ്ട് നീ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്, അല്ലെങ്കിൽ നിൻ്റെ ബർത്ത് എന്ന് പറയുന്നത് ആ ഒരു റിലീജിയനിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ആ ആളെ മാറ്റി നിർത്താണ്ട് ആ ആളുടെ അന്തസ്സിനും കൂടെ കോട്ടം വരാത്തുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പം ആരോ എനിക്ക് കമൻറ്റ് ഇട്ട് ചോദിച്ചിരുന്നു, ടീച്ചറേ എന്താ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ് എന്നാണ് കേട്ടോ. This recognition of equality includes some of the following provisions in the constitutions. First, that every person is equal before the law. What this means is that every person, from the president of the country to Kanda, a domestic worker, has to obey the same laws. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാവരും തുല്യരാണ്, എല്ലാ ആൾക്കാരും ഈക്വലാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണിത്, എല്ലാവരും ഈക്വലാണ് നിയമത്തിന് മുന്നിൽ. അവിടെ ഒരു ഡൊമസ്റ്റിക് വർക്കർ എന്ന് പറഞ്ഞാൽ വീട്ടുജോലിക്ക് പോകുന്ന ഒരാളെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്നോ പറഞ്ഞ് ഡിഫറൻസ് ഇല്ല, എല്ലാവരും തുല്യരാണ്. അത് പറഞ്ഞപ്പോഴാണ് ആരാ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആരാ? ഇത് ഞാൻ 7th ഇൻഡിവിജ്വൽ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചു. അവൻ അബുദാബിയിലാണ്. അപ്പോൾ അവന് അധികം അറിയില്ല നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും, അതിനെക്കുറിച്ചൊന്നും ഒരു പിടിയില്ലാത്ത ഒരാൾ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പെട്ടെന്ന് പറയാണ് രാംനാഥ് കോവിന്ദാണ്. ആണോ, അതാണോ ഇന്ത്യൻ പ്രസിഡൻ്റ്, ആ ആളാണോ? ഒന്നുകൂടൊന്ന് സെർച്ച് ഒക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് കിട്ടും കേട്ടോ, ആരാ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്നുള്ളത് നോക്കട്ടെ. ടീച്ചറിൻ്റെ കുട്ടികൾക്കൊക്കെ ജനറൽ നോളജ് ഉണ്ടോ എന്നുള്ള അറിയണ്ടേ, അതുകൊണ്ടാണ് വീഡിയോയിൽ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈക്വലാണ്. ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വർക്കർ എന്നോ സാധാരണക്കാരെന്ന് പറയുന്ന ഡിഫറൻസ് ഇല്ല, എല്ലാവർക്കും നിയമം ഒരേപോലെ ബാധകപ്പെടും. Second, no person can be discriminated against on the basis of their religion, race, caste, place of birth or whether they are female or male. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും അവരുടെ റിലീജിയൻ്റെ ബേസിലോ അല്ലെങ്കിൽ റേസിൻ്റെ ബേസിലോ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവരെവിടെയാണ് ജനിച്ചത്, മെയിലായിട്ടാണോ ഫീമെയിലായിട്ടാണോ ജനിച്ചത്, അവരുടെ ജെൻഡർ എന്താണ്, അതിനൊന്നും വെച്ചിട്ട് ആർക്കും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വിവേചനം അല്ലേ. നമ്മൾ 6th സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ട്, വിവേചനം എന്നാണ് ഡിസ്ക്രിമിനേഷൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെ ആരെയും വേർതിരിച്ച് കാണാനായിട്ട് പറ്റത്തില്ല. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ രണ്ടാമതായിട്ട് പറയുന്ന കാര്യം. Third, every person has access to all public places including playgrounds, hotels, shops and markets. All persons can use publicly available wells, roads and bathing huts. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, പബ്ലിക്കായിട്ട് തുറന്നു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്സിന് എൻട്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തുറന്നു വച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ഇന്ത്യൻ സിറ്റിസൻസിനും വരാനായിട്ട് സാധിക്കും. അല്ലാണ്ട് നീ ഇന്ന റിലീജിയനിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് നിനക്ക് ഈ റോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നീ ഇന്ന ജെൻഡറാണ് അതുകൊണ്ട് നിനക്ക് ഈ സ്ഥലത്തേക്ക് എൻട്രി ഇല്ല എന്നൊന്നും പറയാനായിട്ട് ആരെ കൊണ്ടും സാധിക്കത്തില്ല. പബ്ലിക് പ്ലേസ് ആണോ അവിടെ എല്ലാവർക്കും വരാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് പ്ലേ ഗ്രൗണ്ട്, ഹോട്ടൽസ്, ഷോപ്സ്, മാർക്കറ്റ്സ്, എല്ലായിടത്തും എല്ലാവർക്കും വരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഒരേ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കത്തില്ല, ഒരേ റോഡ് യൂസ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിലനിന്നിരുന്നു. അതായത് നമ്മുടെ ഈ സിനിമ ഉണ്ടല്ലോ, കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നൊരു മൂവിയില്ലേ, നിവിൻ പോളിയൊക്കെ അഭിനയിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല, ഒരു പയ്യൻ എന്തോ കിണറ്റിനകത്തേക്ക് കണ്ട് വീഴൂ,
വീണതാന്ന് തോന്നുന്നു. അവൻ വീണപ്പോഴത്തേക്കിന് ആ കിണറിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഹയർ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ യൂസ് ചെയ്യുന്ന കിണറായിരുന്നു. അതുകൊണ്ട് ഇനി അവൻ വീണുകൊണ്ട് ആ കിണർ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരത് കുട്ടി അടയ്ക്കാനായിട്ട് പോകുന്നത്. അതൊക്കെ ഈ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇനീക്വാലിറ്റിയുടെ ഭാഗമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ആ മൂവി ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സിനിമയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പഴയ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുമായിരിക്കും അല്ലേ. അല്ലാണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് പറഞ്ഞു തരാനാണ് അല്ലേ. ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞു തരാറില്ലേ ഓരോരോ കഥകൾ, പണ്ട് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ. അതുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് ഇല്ലേ, അതൊക്കെ കാണുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ വെള്ളമായിക്കോട്ടെ, റോഡായിക്കോട്ടെ, ബാത്തിങ് ഗഡ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാവർക്കും പബ്ലിക് ആണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫോർത്ത്, അൺടച്ചബിലിറ്റി ഹാസ് ബീൻ അബോളിഷ്ഡ്. അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാന്ന് പറയുന്ന ഒരു കാര്യം പണ്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇന്നയാളെ ആ ഒരു റിലീജിയൻ ആണെന്നോ അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താണ്ട് എല്ലാവരും തുല്യരാണെന്ന് കാണുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന പ്രൊവിഷൻസ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണം കേട്ടോ. ഈ 4 പോയിന്റ്സും പഠിക്കാനുള്ളതാണ്. The 2 ways in which the government has tried to implement the equality that is guaranteed in the Constitution is first through laws and second through government programs or schemes to help disadvantaged communities. ഇനി അടുത്തത് ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് ഈ ഇനീക്വാലിറ്റിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ നിയമങ്ങൾ കൊണ്ടുവന്നു. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്ത ആൾക്കെതിരെ അവർക്ക് കോടതിക്ക് കേസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കുറേ നിയമങ്ങൾ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഗവൺമെൻറ് പ്രോഗ്രാംസ് അല്ലെ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറേ പദ്ധതികൾ, ഇപ്പം SC/ST കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഗവൺമെൻറ് സീറ്റ്സ് റിസർവ് ചെയ്ത് വെച്ചിരിക്കും. ഇപ്പോൾ ഒരു മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിൽ പോലും അവരെ കൂടെ ഒന്ന് മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സീറ്റ്സ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഗവൺമെൻറ് ജോബിനാണെങ്കിലും അങ്ങനെ സീറ്റ്സ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പദ്ധതികളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് മിഡ് ഡേ മീൽ സ്കീം. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലൊന്നാണ് ഈ മിഡ് ഡേ മീൽ സ്കീമൊക്കെ. അപ്പോൾ ഇനീക്വാലിറ്റിയെ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഇത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ മറക്കരുത്. There are several laws in India that protect every person's right to be treated equally. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എല്ലാ ആൾക്കാരുടെയും റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ നിയമങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. In addition to laws, the government has also set up several schemes to improve the lives of communities and individuals who have been treated unequally for several centuries. നൂറ്റാണ്ടുകളായിട്ട് ഈ അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ കൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഗവൺമെൻറ് കുറേ സ്കീമുകൾ അല്ലെ കുറേ പ്രോഗ്രാംസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. These schemes to ensure greater opportunity for people who have not had this in the past. പണ്ട് ഇവർക്ക് ഇതൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ കൂടെ മുന്നോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ അവരെന്നും ആ ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിട്ട് എന്നും അവരങ്ങനെ തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുത്താൽ മാത്രമേ ആ ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർവേഷൻ സ്കീമുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കിന് അവർക്ക് ഓക്കെ ഞങ്ങൾക്കും ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളും പഠിച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു പൊസിഷൻ വരെ എത്താൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം അവരിലേക്ക് വരികയും അങ്ങനെ അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയും ചെയ്തു.